ശരിക്കും ഹിന്ദു വെഡ്ഡിങ്ങുകൾ മാത്രം ചെയ്യുന്ന ഇവന്റുകൾ കുറവാണ്. അത് വലിയ പാടുള്ളൊരു പരിപാടിയാണ്. മറ്റുള്ള വെഡ്ഡിങ്ങിനെ അപേക്ഷിച്ച് ഹിന്ദു വെഡ്ഡിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു വെഡ്ഡിങ്ങിൻ്റെ വേദിയിലേക്കുള്ള ഒരുങ്ങുന്ന സാധനങ്ങളിലേക്ക് ഭയങ്കര പാടാണ് അത് ചെയ്യുക. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഇവന്റ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വെച്ചോടെ ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഹിന്ദു വെഡ്ഡിങ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ അത് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേജ് എന്ന് പറയുന്നതിനകത്ത് വിളക്കുകൾ വേണം, പറ വേണം, കൊട്ട വേണം, ഗണപതി ഒരുക്ക് വേണം, വെറ്റാപ്പാക്ക് വേണം, കിണ്ടി പലക തോർത്തത്തെയും കാലെഴുതുന്ന പലകകൾ വേണം, ഇടാനുള്ള പൂ വേണം. ഒരു തീപ്പെട്ടിയുടെ പ്രാധാന്യം ഭയങ്കര. ഒരു തീപ്പെട്ടി പറഞ്ഞാൽ പോയി ആ സമയത്ത് കൃത്യമായിട്ട് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ ഒരുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പാടാണ്. എല്ലാ വെഡ്ഡിങ്ങുകൾക്കും ഈ സാധനം റിപ്പീറ്റ് വേണം. ഒരു സാധനം ഹിന്ദു നായർ വെഡ്ഡിങ് പോലല്ല ബ്രാഹ്മണൻ്റെ വെഡ്ഡിങ്, ബ്രാഹ്മൺ വെഡ്ഡിങ് പോലല്ല ഈഴവ വെഡ്ഡിങ്, ഈഴവ വെഡ്ഡിങ് പോലല്ല വിശ്വകർമ്മസിൻ്റെ വെഡ്ഡിങ്. ഓരോ കാസ്റ്റിനനുസരിച്ച് വെഡ്ഡിങ്ങിന് വ്യത്യാസമുണ്ട്. മേ ബി ഇൻ്റർ കാസ്റ്റ് വെഡ്ഡിങ് വരുമ്പോൾ അത് വീണ്ടും ചലഞ്ചാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളെയും ഹിന്ദു വെഡ്ഡിങ്ങിനകത്ത് അത് കൃത്യമായിട്ട് ഹിന്ദു വെഡ്ഡിങ് ചെയ്യുമ്പോൾ നമ്മളൊരു ബ്രാൻഡല്ലേ. അപ്പം ഹിന്ദു വെഡ്ഡിങ് ചെയ്യുന്ന ഒരാളെന്ന് ചോദിച്ചാൽ പയ്യൂഹം എന്ന് പറയണം. അപ്പോൾ മറ്റുള്ള വെഡ്ഡിങ് ചെയ്തിട്ടില്ലെന്നല്ല, ഞാൻ എനിക്ക് തോന്നുന്നു 6 ക്രിസ്ത്യൻ വെഡ്ഡിങ് ചെയ്തിട്ടുണ്ട്, ഒരു 2 മുസ്ലിം വെഡ്ഡിങ് ചെയ്തിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ട്. അല്ല, അതേറ്റവും എൻ്റെ ഫ്രണ്ട്സിന് ഏറ്റവും അടുത്ത നല്ല വെഡ്ഡിങ്ങുകളായിരുന്നു കേട്ടോ. അവരോട് ചോദിച്ചു വെഡ്ഡിങ് ചെയ്യാവുള്ളൂ. ചെയ്യാറുണ്ട്, ചോദിച്ചു വന്നാൽ ചെയ്യാറുണ്ട്. നമ്മൾ എത്തുന്നത് ഹിന്ദു വെഡ്ഡിങ് മാത്രം എന്നൊരു കൺസെപ്റ്റുള്ളൂ. അതിന് കാരണം ഇതാണ്, ഹിന്ദു വെഡ്ഡിങ് ചെയ്യാനാണ് ഏറ്റവും പാട്. ഇവന്റ് മേഖലയിൽ ഏറ്റവും പാടുള്ള ഒരു മുഹൂർത്തത്തിൻ്റെ ബിറ്റ്വീൻ വെച്ച് മാത്രം നടക്കുന്ന ഒരു വെഡ്ഡിങ്ങാണ് ഹിന്ദു വെഡ്ഡിങ്. ആ വെഡ്ഡിങ് ആ ചലഞ്ച് എടുക്കുമ്പോഴല്ലേ സന്തോഷം.